രാവിലത്തെ പൂജ കഴിഞ്ഞ ഉടനെ തന്നെ അമ്പലത്തിനകത്തുള്ള കരി പിടിച്ച വിളക്കുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി. വിളക്കുകളെല്ലാം കഴുകാൻ കൊടുത്തതിന് ശേഷം നട അടച്ച് നേരെ ദക്ഷിണയും പറക്കി അവിടെ ഇറങ്ങിയ പോകുന്ന വഴി ഈ ഒരു ഓല കണ്ടു കേട്ടോ. ഇത് 5-6 ഓലക്കാലം വിരിഞ്ഞെടുത്തു. എന്തിനാണെന്നുള്ളത് നേരെ വനത്തിലുള്ള മടത്തിൽ പോയ ശേഷം പറഞ്ഞു. അതൊന്നുമല്ല, കുഞ്ഞിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന ഒരു ഓല പീപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഉണ്ടാക്കി തന്നവരും ഇതൊക്കെ ഉണ്ടാക്കിയവർ ഒരുപാട് പേര് കാണും. ഇതെല്ലാം പഴയ ഓർമ്മ പുതുക്കലാണ്. ചുറ്റത്തിന് അവസാനം ഒരു ഈർക്കൊലിച്ച് കുത്തി നിർത്തിയതിനു ശേഷം മടക്കി വെച്ച ഓല എടുത്ത് കത്തികൊണ്ടോ കൈകൊണ്ടോ മുറിച്ചതിന് ശേഷം മൂട്ടിൽ ഊതപ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കും കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഉണ്ടാക്കിയത് ഒരു ഓല പമ്പര കേട്ടോ. ഒരു 3 ഓലക്കാല് മടക്കി ഉണ്ടാക്കുന്നത്. അത് കൈ വെച്ച് കറക്കാൻ നോക്കി, പക്ഷെ കറങ്ങിയില്ല. പിന്നെ ഒരു ഈർക്കിലെടുത്ത് കറക്കി കേട്ടോ. അപ്പൊ ഇത്തിരി കറങ്ങിയിട്ട്, പക്ഷെ ഇങ്ങനെയല്ല കറക്കുന്നത്. പുറത്ത് നല്ല കാറ്റുണ്ടെങ്കിൽ നല്ല അടിപൊളി കറങ്ങും. അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ കണ്ണാടി ആയിട്ട് അടുത്ത് ഉണ്ടാക്കുന്നത് ഓല കണ്ണാടി. എല്ലാവരും നൊസ്റ്റാൾജിയ കേട്ടോ. എല്ലാം ചെയ്യുമ്പോഴും ഒരു സന്തോഷം ഉണ്ട് കേട്ടോ മനസ്സിൽ. 2 ഈർക്കിലെടുത്ത് 2 ദ്വാരത്തിന് അപ്പുറം കുത്തിയതിനു ശേഷം കണ്ണിലെടുത്ത് വെച്ചാൽ നമ്മൾ പുത്തൻ ഓലക്കാൽ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. 4 ആൾ നമ്മളെ ശ്രദ്ധിക്കാൻ ഇത് ധാരാളം കേട്ടോ. സംഭവം അങ്ങനെ ഉണ്ട്, ഇഷ്ടമായോ? ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതുപോലെ യൂട്യൂബ് ചാനൽ ഇപ്പൊ 4 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് ഒരുപാട് നന്ദിയുണ്ട്. ലവ് യു ഓൾ. അതുപോലെ കഴിഞ്ഞ വീഡിയോ ഓണക്കൂപ്പൽ എനിക്ക് എന്താ കിട്ടുന്ന ഈ വീഡിയോ പറയാന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ കിട്ടില്ല സുഹൃത്തുക്കളെ. നേരെ അവിടെ ഇറങ്ങിയ ശേഷം പോകുന്ന വഴി നല്ല വിശപ്പടിച്ചു കേട്ടോ. അങ്ങനെ ഇന്നും ദോശയ്ക്ക് വിട പറഞ്ഞതിന് ശേഷം റേറ്റ് തപ്പിപ്പിടിച്ച് എത്തിയത് ഇൻഫോസിന്റെ ഓപ്പോസിറ്റ് ഉള്ള അഗ്രഹർ കഫേയിലാട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ 365 തിരുവനന്തപുരത്തുള്ള ഫേമസ് ആയ സദ്യ എന്ന് ഇവിടെ വിളമ്പുന്നുണ്ട്. ഒരു വാഴയിലിട്ട് ചിപ്സ്, ഉപ്പേരി, പപ്പടവും പഴവും, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, ഇവിടുത്തെ സ്പെഷ്യൽ പഞ്ചാമൃതവും, പച്ചടി കിച്ചടി, പൈനാപ്പിൾ കിച്ചടി, ഓരനും അവിയലും, കൂട്ടേറി അവരുടെ സ്പെഷ്യൽ സോയാബീൻ കറിയും, ഓലനും നല്ല പുത്തിരി ചോറും, പിന്നെ പരിപ്പേറി നെയ്യും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സദ്യ. സത്യം പറഞ്ഞ ശരവണ ഭവന് ശേഷം എനിക്ക് അഡിക്റ്റീവായി തോന്നിയ ഫുഡ് ഇവിടുത്തെ ആട്ടോ. ഇവിടെ ഒന്ന് കഴിച്ചിട്ടുള്ളവരുണ്ടെന്ന് കമന്റ് ചെയ്യാം. ഇതിന്റെ സാമ്പാറും ചോറും വന്ന ശേഷം വീട്ടിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല അടപ്രഥമം വന്നു. ഒരു പഴവും കൂട്ടി പിടിച്ച് അതങ്ങ് അകത്താക്കി. അടപ്രഥമം കൊള്ളാം, അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കടലപ്പായസം വന്നോട്ടോ. ഒരു പഴം ഞൊടി പിടിച്ച് അങ്ങ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സ്വകാര്യ അഹങ്കാര ബോളി വന്നു കേട്ടോ. കൂടെ പിടിക്കാൻ സേമിയ പായസം അതും കൂട്ടി കഴിച്ചതിന് ശേഷം ശകലം കൂടി ചോറ് വാങ്ങിച്ചോട്ടോ പുളിശ്ശേരിക്ക് വേണ്ടി. പുളിശ്ശേരിയും ചോറും കഴിച്ചതിന് ശേഷം രസം വന്നു. രസം ഒരു രസം തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മോര് കിട്ടി കേട്ടോ. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എന്റെ വയറും മനസ്സ് ഒരുപോലെ നിറഞ്ഞു. അതെല്ലാം കഴിച്ച് നേരെ വീട്ടിൽ വന്ന് അമ്മേനെ എടുത്ത് നേരെ പോത്തങ്ങോട്ട് പോയോട്ടോ. വീട്ടു സാധനങ്ങളെല്ലാം മേടിച്ചതിന് ശേഷം അമ്മയ്ക്ക് വെള്ളവും കുടിച്ച് നേരെ ഇവിടെ ഇറങ്ങി കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.